ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്, ഇന്ന് നമ്മൾ മലയാളമാണ് നോക്കുന്നത്. മലയാളത്തിൽ സമാസമാണ് നോക്കുന്നത്. LDC 2024 എഴുതുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. പരമാവധി പ്രയോജനപ്പെടുത്തുക. സമാസം നോക്കാം. സമാസം എന്നാൽ എന്താണ്? വിഭക്തി പ്രത്യയങ്ങൾ കൂടാതെയുള്ള പദപ്രയോഗമാണ് സമാസം. അപ്പോൾ ചോദിക്കാം, വിഭക്തി പ്രത്യയങ്ങൾ കൂടാതെയുള്ള പദപ്രയോഗം ഏതാണ്? സമാസമാണ്. ഒരു സമാസത്തിൽ 2 പദങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ പദത്തെ പൂർവ്വപദം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു സമാസം എന്ന് പറയുന്നത് എന്താണ്? വിഭക്തി പ്രത്യയങ്ങൾ അതിൽ കാണത്തില്ല. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നദിക്കര എന്ന് പറഞ്ഞാൽ എന്താണ്? നദിയുടെ കരയാണ് അല്ലേ? വിഗ്രഹിക്കുമ്പോൾ എന്താണ്? നദിയുടെ കര എന്നാണ്. അപ്പോൾ നദിക്കര എന്നുള്ളതിൽ എന്തെങ്കിലും വിഭക്തി പ്രത്യയമുണ്ടോ? എന്തെങ്കിലും പ്രത്യയങ്ങളോ കാണാൻ പറ്റുമോ? ഇല്ല. അതാണ് സമാസം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ പദത്തെ, നദി എന്നുള്ള പദം എന്താണ്? പൂർവ്വപദം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പദത്തെ ഉത്തരപദം എന്നുമാണ് പറയുന്നത്. ഇതിൽ നദിക്കരയിൽ കര എന്നത് എന്താണ്? ഉത്തരപദമാണ്. അപ്പോൾ ആദ്യത്തെ പദം പൂർവ്വപദവും രണ്ടാമത്തെ പദം ഉത്തരപദവുമാണ്. വേറെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. കുയിൽനാദം എന്ന് പറഞ്ഞാൽ എന്താണ്? കുയിലിൻ്റെ നാദമാണ് കുയിൽനാദം. അതിൽ പൂർവ്വപദം ഏതാണ്? കുയിൽ എന്നുള്ളതാണ്. നാദം എന്താണ്? ഉത്തരപദമാണ്. അതുപോലെ പൂമൊട്ട്, പൂവിൻ്റെ മൊട്ട്. പൂവ് എന്ന് പറയുന്നത് പൂർവ്വപദവും മൊട്ട എന്ന് പറയുന്നത് ഉത്തരപദവുമാണ്. ഇനി നോക്കുന്നത്, പൂർവോത്തര പദങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് സമാസത്തെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പൂർവോത്തര പദങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് സമാസത്തെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? തൽപുരുഷ സമാസം, ബഹുവ്രീഹി സമാസം, ദ്വന്ദ്വ സമാസം, കർമ്മധാരേയ സമാസം. അങ്ങനെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ബാക്കി 2 സമാസങ്ങളുണ്ടല്ലോ. അത് ഏതൊക്കെയാണ്? അവ്യയീഭാവ സമാസം, ദിഗു സമാസം. അത് സംസ്കൃത ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് കടന്നു വന്ന 2 സമാസങ്ങളാണ് അവ്യയീഭാവ സമാസവും അതുപോലെ ദിഗു സമാസവും. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളത് പഠിച്ചിരിക്കേണ്ടതാണ്. തൽപുരുഷ സമാസം കുറച്ചേറെയുണ്ട്, നമുക്ക് നോക്കാം. ആദ്യം നോക്കുന്നത് തൽപുരുഷനാണ്. പൂർവ്വപദത്തിനേക്കാൾ ഉത്തരപദത്തിനാണ് പ്രാധാന്യം. പൂർവ്വപദം എന്ന് പറയുന്നത് ആദ്യം വരുന്ന പദമല്ലേ? നദിക്കര എന്നുള്ളതിൽ നദി എന്ന് പറയുന്നത് പൂർവ്വപദമാണ്. അതിനേക്കാൾ പ്രാധാന്യം ഉത്തരപദത്തിന് വരും. അപ്പം നദിക്കര എന്ന് പറയുമ്പോൾ എന്താണ്? നദിയുടെ കരയാണ് നമ്മൾ പറയുന്നത്. അപ്പം നദിയുടെ കരയ്ക്കല്ലേ പ്രാധാന്യം? അപ്പം കരയ്ക്കാണ് അവിടെ പ്രാധാന്യം. അപ്പോൾ ഉത്തരപദത്തിനാണ് പ്രാധാന്യം. അതാണ് തൽപുരുഷ സമാസം എന്ന് പറയുന്നത്. അതുപോലെ കുയിൽനാദം, കുയിലിൻ്റെ നാദം. കുയിലിനെയാണോ അത് അവിടെ പറയുന്നത്? അല്ല, കുയിലിൻ്റെ നാദത്തെയാണ് പറയുന്നത്. അതുപോലെ തലവേദന, തലയുടെ വേദന. കോഴിക്കുഞ്ഞ്, കോഴിയുടെ കുഞ്ഞ്. പൂർവ്വപദത്തിനോട് ചേർന്നിരിക്കുന്ന വിഭക്തി പ്രത്യയങ്ങൾ അനുസരിച്ച് തൽപുരുഷ സമാസത്തെ നമുക്ക് തരംതിരിക്കാം. അപ്പോൾ വിഭക്തി പ്രത്യയങ്ങൾ അനുസരിച്ച് തൽപുരുഷ സമാസത്തെ നമുക്ക് തരംതിരിക്കാം. അപ്പോൾ വിഭക്തി എന്താണ് എന്ന് അറിയണം. വിഭക്തി എന്നാൽ എന്താണ്? വാക്യത്തിലെ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദത്തെയാണ് വിഭക്തി എന്ന് പറയുന്നത്. വാക്യത്തിലെ മറ്റു പദങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കുറിക്കാൻ വേണ്ടി എന്താണ്? നാമത്തിൽ വരുത്തുന്ന രൂപഭേദത്തെയാണ് വിഭക്തി എന്ന് പറയുന്നത്. വിഭക്തി ഇതിലൂടെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. രൂപഭേദം വരുത്താൻ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളെ എന്താണ് പറയുന്നത്? വിഭക്തി പ്രത്യയങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ വിഭക്തി എന്നാൽ എന്താണ്? വാക്യത്തിലെ മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദത്തെയാണ് വിഭക്തി എന്ന് പറയുന്നത്. രൂപഭേദം വരുത്താൻ ഉപയോഗിക്കുന്ന പ്രത്യയങ്ങളെ എന്താണ്? വിഭക്തി പ്രത്യയങ്ങൾ എന്നുമാണ് പറയുന്നത്. എത്ര തരത്തിലുള്ള വിഭക്തിയുണ്ട്? 7 തരത്തിലുള്ള വിഭക്തിയുണ്ട്. ഏതൊക്കെയാണ്? നിർദ്ദേശിക വിഭക്തി, അതുപോലെ പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. അങ്ങനെ 7 തരത്തിലാണ് ഉള്ളത്. ഇതിൽ നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയമില്ല. നോട്ട് ചെയ്തേക്കുക. നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയമില്ല. പ്രതിഗ്രാഹികയുടെ എന്താണ്? എ ആണ് പ്രത്യയം. സംയോജികയുടേത് ഓട് ആണ് സംയോജികയുടേത്. ഉദ്ദേശികയാണെങ്കിൽ ഇക്ക്, ന് എന്നുള്ള പ്രത്യയങ്ങളാണ് വരുന്നത്. പ്രയോജികയാണെങ്കിൽ ആൽ, കൊണ്ട് എന്നീ പ്രത്യയങ്ങളാണ് വരുന്നത്. അതുപോലെ സംബന്ധികയാണെങ്കിൽ ഉടെ, ഇൻ്റെ എന്നീ പ്രത്യയങ്ങളാണ് വരുന്നത്.
ആധാരികയാണെങ്കിൽ ഇല്ല്, കല്ല് എന്നീ പ്രത്യയങ്ങളാണ് വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അതാണ് ഞാൻ വേറൊരു ക്ലാസ്സായിട്ട് എടുക്കാത്തത്. വേണ്ടവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ക്ലാസ്സായിട്ട് വിഭക്തി എടുക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തൽപുരുഷനാണ്, തൽപുരുഷ സമാസമാണ്. തൽപുരുഷ സമാസത്തെ എന്താണ് പറഞ്ഞത്? വിഭക്തി പ്രത്യയങ്ങൾ അനുസരിച്ച് തരംതിരിക്കാമെന്ന് പറഞ്ഞു. ആദ്യം നോക്കുന്നത് നിർദ്ദേശിക തൽപുരുഷനാണ്. ഇതിന് പ്രത്യയമില്ലാത്തതിനാൽ വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനോട് എന്ന അവ്യയം ചേർന്നിരിക്കുന്നു. എന്ന അവ്യയമാണ് എന്താണ്? പ്രത്യയമില്ല ഇതിന്, അതുകൊണ്ട് എന്ന അവ്യയമാണ് ചേർന്നിരിക്കുന്നത് വിഗ്രഹിക്കുമ്പോൾ. അപ്പോൾ അതിന് ഉദാഹരണം നോക്കുമ്പോൾ മനസ്സിലാകും. കേരളദേശം, കേരളദേശം എന്നുള്ളത് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കേരളം എന്ന ദേശം എന്നാണ് വരുന്നത്. ഇവിടെ വിഗ്രഹിച്ചപ്പോൾ പ്രത്യയം വന്നിട്ടില്ലല്ലോ, കേരളം എന്ന ദേശം എന്നല്ലേ പറയുന്നത്. അപ്പോൾ കേരളദേശം എന്നുള്ളത് എന്താണ്? ദേശം എന്നുള്ള പൂർവ്വപദത്തിനേക്കാൾ പ്രാധാന്യം ഏതിനാ? ഉത്തരപദത്തിനാണ് ഉള്ളതെന്ന് പറഞ്ഞു. ദേശം എന്ന ഉത്തരപദത്തിനാണ് ഇവിടെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ എന്താണ്? നിർദ്ദേശിക തൽപുരുഷനാണ് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ കാളിദാസ കവി. കാളിദാസ കവി എന്നുള്ളത് എങ്ങനെ നമുക്ക് വിഗ്രഹിക്കാം? കാളിദാസൻ എന്ന കവി എന്നല്ലേ വിഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ കവിക്കാണ് പ്രാധാന്യം, ഉത്തരപദത്തിനാണ് പ്രാധാന്യം. കാളിദാസ കവി എന്ന് പറയുന്നതിൽ ഉത്തരപദം ഏതാണ്? കവിയാണ്. അപ്പോൾ ആ കവിക്കാണ് പ്രാധാന്യം വരുന്നത്. അപ്പോൾ അവിടെ എന്ന അവ്യയമാണ് ചേർന്നിരിക്കുന്നത്. എന്ന അവ്യയം കണ്ട ഓർത്തോണം, നിർദ്ദേശിക തൽപുരുഷനാണ്. അടുത്തത് പ്രതിഗ്രാഹിക തൽപുരുഷനാണ്. പൂർവ്വപദത്തിന് എ പ്രത്യയം ചേർന്ന് വരുന്നു. എ എന്ന പ്രത്യയം ചേർന്ന് വരികയാണെങ്കിൽ, പൂർവ്വപദത്തിന് എ എന്ന പ്രത്യയം ചേർന്ന് വരികയാണെങ്കിൽ പ്രതിഗ്രാഹിക തൽപുരുഷനാണ് വരുന്നത്. പാക്കുവെട്ടിയാണ് ഉദാഹരണം പറയുന്നത്. പാക്കിനെ വെട്ടി എന്നല്ലേ പറയുന്നത്. പാക്കുവെട്ടി എന്നുള്ളത് പാക്കിനെ വെട്ടുന്നത്. അപ്പോൾ പാക്കിനെ വെട്ടി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ ഏത് പ്രത്യയമാണ് വന്നിരിക്കുന്നത്? എ പ്രത്യയമാണ് വന്നിരിക്കുന്നത്. അടുത്തത് സംയോജിക തൽപുരുഷനാണ്. വിഗ്രഹിക്കുമ്പോൾ ഓട് എന്ന പ്രത്യയം പൂർവ്വപദത്തിൽ കാണുന്നു. അതിൻ്റെ ഉദാഹരണം നോക്കാം. മദ്യാസക്തി. മദ്യാസക്തി എന്നുള്ളത് എങ്ങനെ വിഗ്രഹിക്കാം? മദ്യത്തോട് ആസക്തി എന്ന് വിഗ്രഹിക്കാം. അപ്പോൾ ഓട് എന്ന പ്രത്യയമല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അത് സംയോജിക തൽപുരുഷനാണ്. അപ്പോൾ പറഞ്ഞ 3 ഒന്നും കൂടി പറയാം. നിർദ്ദേശിക തൽപുരുഷൻ എന്ന് പറയുന്നത് പ്രത്യയമില്ല, എന്ന അവ്യയമാണ് വരുന്നത്. പ്രതിഗ്രാഹിക്ക് എ എന്ന പ്രത്യയമാണ് വിഗ്രഹിക്കുമ്പോൾ വരുന്നത്. സംയോജിക തൽപുരുഷന് ഓട് എന്ന പ്രത്യയമാണ് വിഗ്രഹിക്കുമ്പോൾ വരുന്നത്. ഇനി ഉദ്ദേശിക തൽപുരുഷൻ. ഉദ്ദേശിക തൽപുരുഷൻ എന്താണ്? ഇക്ക്, ന് എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് വരുന്നു വിഗ്രഹിക്കുമ്പോൾ. ഉദാഹരണം പറയാം. പിതൃതർപ്പണം. പിതൃതർപ്പണം എന്നുള്ളത് എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? പിതൃക്കൾക്ക് തർപ്പണം എന്നല്ലേ. അപ്പോൾ ഇക്ക് ആണ് അവിടെ പ്രത്യയം വന്നേക്കുന്നത്. വേറൊരു ഉദാഹരണം കൂടി പറയാം. ശിശുഭക്ഷണം. ശിശുഭക്ഷണം എന്നുള്ളത് എങ്ങനെ വിഗ്രഹിക്കാം? ശിശുവിന് ഭക്ഷണം എന്നാണ്. അവിടെ ന് എന്ന പ്രത്യയമാണ് വരുന്നത്. അടുത്തത് പ്രയോജിക തൽപുരുഷനാണ്. വിഗ്രഹിക്കുമ്പോൾ ആൽ, കൊണ്ട് എന്നീ പ്രത്യയങ്ങൾ ചേർന്ന് വരുന്നു. ഉദാഹരണം പറയുവാണെങ്കിൽ പൂപ്പന്തൽ. പൂപ്പന്തൽ എന്നുള്ളത് എങ്ങനെ വിഗ്രഹിക്കാം? പൂവാൽ പന്തൽ എന്ന് വിഗ്രഹിക്കാം. അപ്പോൾ അവിടെ ആലാണ് പ്രത്യയം വന്നിരിക്കുന്നത്. അടുത്തത് സംബന്ധിക തൽപുരുഷനാണ്. വിഗ്രഹിക്കുമ്പോൾ ഉടേ, ഇൻ്റെ എന്നീ പ്രത്യയങ്ങൾ ചേർന്ന് വരുന്നതാണ് സംബന്ധിക തൽപുരുഷൻ. ഉദാഹരണം പറയുവാണെങ്കിൽ തടിക്കഷ്ണം. തടിക്കഷ്ണത്തെ എങ്ങനെ വിഗ്രഹിക്കാം? തടിയുടെ കഷണം എന്നാണ് വിഗ്രഹിക്കുന്നത്. ഇനി പൂമണം. പൂവിൻ്റെ മണം എന്ന് വിഗ്രഹിക്കാം. അപ്പോൾ തടിയുടെ കഷ്ണം എന്ന് പറയുമ്പോൾ ഉടേ എന്ന പ്രത്യയം വരുന്നു. പൂവിൻ്റെ മണം എന്ന് പറയുമ്പോൾ ഇൻ്റെ എന്ന പ്രത്യയം വരുന്നു. അടുത്തത് ആധാരിക തൽപുരുഷനാണ്. വിഗ്രഹിക്കുമ്പോൾ ഇൽ, കൽ എന്നീ പ്രത്യയങ്ങൾ ചേർന്ന് വരുന്നു. ഉദാഹരണം മലകയറ്റം. മലകയറ്റം എങ്ങനെ വിഗ്രഹിക്കാം? മലയിൽ കയറ്റം എന്ന് വിഗ്രഹിക്കാം. അപ്പോൾ അവിടെ ഇൽ എന്ന പ്രത്യയമാണ് വന്നിരിക്കുന്നത്. ഇനി പറയുന്നത് തൽപുരുഷ സമാസത്തിൻ്റെ പ്രധാന വിഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞത് എന്താണ്? വിഭക്തി പ്രത്യയങ്ങൾ അനുസരിച്ച് തൽപുരുഷ സമാസത്തെ തരംതിരിക്കുന്നതാണ്. അത് 7ആയിട്ട് തരംതിരിക്കാമായിരുന്നു. ഇനി പ്രധാന വിഭാഗങ്ങളാണ് പറയുന്നത്. 3 പ്രധാന വിഭാഗങ്ങളാണ് ഉള്ളത്. രൂപക തൽപുരുഷൻ, ഉപമിത തൽപുരുഷൻ, മധ്യമ പദലോപി തൽപുരുഷൻ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രൂപക തൽപുരുഷൻ എന്താണെന്ന് നോക്കാം. വിഗ്രഹിക്കുമ്പോൾ രൂപക അലങ്കാരത്തിൻ്റെ അർത്ഥം കിട്ടുന്ന സമാസമാണ്. വിഗ്രഹിക്കുമ്പോൾ രൂപക അലങ്കാരത്തിൻ്റെ അർത്ഥം കിട്ടുന്ന സമാസമാണ് രൂപക തൽപുരുഷ സമാസം. എന്താണെന്ന് നോക്കാം. വിഗ്രഹവാക്യത്തിനിടയിൽ ആകുന്ന എന്ന പദം ചേർന്ന് വരുന്നു. വിഗ്രഹിക്കുമ്പോൾ ആകുന്ന എന്ന പദമാണ് ഇവിടെ ചേർന്ന് വരുന്നത്. ഉദാഹരണം നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും. വിരൽമൊട്ട്.
വിരൽ മൊട്ടിനെ എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതുന്നത്? വിരലാകുന്ന മൊട്ട്. അതുപോലെ വിദ്യാധനം, വിദ്യയാകുന്ന ധനം. കൈത്തളിർ, കൈയാകുന്ന തളിർ. മനോദർപ്പണം, മനസ്സാകുന്ന ദർപ്പണം. ഇവിടെ എല്ലാം ആകുന്ന എന്ന പദമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആകുന്ന എന്ന പദം വരികയാണെങ്കിൽ അത് രൂപക സമാസമാണ്, രൂപക തൽപുരുഷ സമാസമാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വിരൽ മൊട്ട്, വിരൽ മൊട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? വിരലാകുന്ന മൊട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വിഗ്രഹിക്കുമ്പോൾ രൂപക അലങ്കാരത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ? വിരലിനെ എന്താണ്? വിരൽ ഒരു മൊട്ടായിട്ടാണ് പറയുന്നത്, വിരലാകുന്ന മൊട്ട്. അതുപോലെ വിദ്യയാകുന്ന ധനം, വിദ്യ എന്ന് പറയുന്നത് ഒരു ധനമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ മനോദർപ്പണം, മനസ്സാകുന്ന ദർപ്പണം, മനസ്സ് ദർപ്പണം ആണ് എന്നാണ് പറയുന്നത്, മനസ്സിനെ ദർപ്പണമായിട്ട് പറയുന്നു. അപ്പോൾ എന്താണ്? ഇങ്ങനെയുള്ളതാണ്, ആകുന്ന വരുന്നതാണ് രൂപക തൽപുരുഷ സമാസം എന്ന് പറയുന്നത്. ഇനി ഉപമിത തൽപുരുഷൻ, വിഗ്രഹിക്കുമ്പോൾ ഉപമാലങ്കാരത്തിൻ്റെ അർത്ഥം കിട്ടുന്ന സമാസമാണ്. ഉപമിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് വരുന്നത്? ആകുന്നയല്ല വരുന്നത്, പോലുള്ള വരുന്നു. പോലുള്ള വരികയാണെങ്കിൽ ഉപമിത തൽപുരുഷനാണ്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാകും. പാദപങ്കജം, പങ്കജം പോലെയുള്ള പാദം എന്നല്ലേ പറയുന്നത്? പങ്കജം പോലെയുള്ള പാദം. അതുപോലെ പൂമേനി, പൂ പോലെയുള്ള മേനി, പൂവിൻ്റെ കൂട്ടുള്ള മേനി. അതുപോലെ കുടപ്പന, കുട പോലെ ഇരിക്കുന്ന പന. പോലുള്ള എന്ന് വരുന്നത് എന്താണ്? ഉപമിത തൽപുരുഷനാണ്. വിഗ്രഹിക്കുമ്പോൾ ഉപമാ അലങ്കാരത്തിൻ്റെ അർത്ഥം കിട്ടുന്ന സമാസമാണ് ഉപമിത തൽപുരുഷൻ. ഉപമിക്കുകയാണ്. എന്താണ്? തേൻമൊഴി, ആ മൊഴിയെ എന്താണ്? തേൻ പോലെയുള്ള മൊഴിയാണ്, തേനിനോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഉപമിത തൽപുരുഷൻ. ഇത് രണ്ടും മാറിപ്പോകരുത്, രൂപക തൽപുരുഷനും ഉപമിത തൽപുരുഷനും മാറിപ്പോകരുത്. അടുത്തത് ഈസിയാണ്, മനസ്സിലാക്കാൻ ഈസിയാണ്. മധ്യമ പദലോപി തൽപുരുഷൻ, വിഗ്രഹിക്കുമ്പോൾ അർത്ഥം കൊണ്ട് ലഭിക്കുന്ന മധ്യമ പദം ലോപിക്കുന്ന സമാസം. ലോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കാണത്തില്ല, ലോപിച്ചു പോവുക. അപ്പം തീപ്പെട്ടി, തീപ്പെട്ടി എന്നുള്ളത് നമ്മൾ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? തീ കത്തിക്കാനുള്ള പെട്ടിയാണ്, തീ കത്തിക്കാനുള്ള പെട്ടിയാണ് തീപ്പെട്ടി. അപ്പോൾ കത്തിക്കാനുള്ള എന്നുള്ളത് എന്താണ്? ആ ഒരു മധ്യമ പദം എന്താണ്? അങ്ങ് ലോപിച്ചു പോവുകയാണ് സമാസം അല്ലേ? സമാസം വരുമ്പോൾ തീപ്പെട്ടി, തീപ്പെട്ടി എന്നുള്ളത് തീ കത്തിക്കാനുള്ള പെട്ടി എന്നാണ്. ബാക്കി എലിവിഷം, എലിയെ കൊല്ലുന്നതിനുള്ള വിഷം. അതുപോലെ മണ്ണെണ്ണ, മണ്ണിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ. മരപ്പെട്ടി, മരപ്പെട്ടി എന്നാൽ എന്താണ്? മരത്തിൽ കയറുന്ന പട്ടി. അപ്പോൾ മധ്യത്തിലുള്ള പദം ലോപിക്കുകയാണെങ്കിൽ മധ്യമ പദ ലോപി തൽപുരുഷൻ. അടുത്തത്, അപ്പോൾ നമ്മൾ തൽപുരുഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് രണ്ടാമത്തേത് ബഹുവ്രീഹി സമാസമാണ് പറയുന്നത്. അന്യപദ പ്രാധാന്യമുള്ള സമാസമാണ് ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ വിദ്യാർത്ഥി, വിദ്യാർത്ഥി എന്ന് പറയുന്നത് എന്താണ്? വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി. ഇവിടെ എന്താണ്? വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിനോ ഉത്തരപദത്തിനോ എന്താണ്? പ്രാധാന്യം വരുന്നില്ല. പകരം എന്താണ്? മറ്റൊന്നിന് പ്രാധാന്യം വരുന്ന സമാസമാണ് ബഹുവ്രീഹി സമാസം. ഉദാഹരണം പറയുവാണെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ, മനഃശാസ്ത്രം അറിയുന്നവൻ ആരോ അതാണ് മനഃശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. മനസ്സിനോ ശാസ്ത്രജ്ഞത്തിനോ എന്താണ് അവിടെ പ്രാധാന്യമില്ല, മനഃശാസ്ത്രം അറിയുന്നവൻ ആരോ അവനാണ് അവിടെ പ്രാധാന്യം. അതുപോലെ നീലകണ്ഠൻ, നീലകണ്ഠൻ എന്നുള്ളത് എന്താണ്? നീലയായ കണ്ഠമുള്ളവനാരോ അവനാണ്. നീലയ്ക്കോ കണ്ഠത്തിനോ അല്ല പ്രാധാന്യം. നീലകണ്ഠൻ എന്ന് പറയുന്ന ആരാണ്? ശിവനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. ശിവനെയല്ലേ നീലകണ്ഠൻ എന്ന് പറയുന്നത്. അതുപോലെ ഗജാനനൻ, ഗജത്തിൻ്റെ ആനനമുള്ളവൻ ആരോ അവന് ആരാണ്? ഗണപതി. അതുപോലെ ചക്രപാണി, ചക്രം പാണിയിലുള്ളവൻ ആരോ അതാണ് എന്താണ്? ചക്രപാണി. ആരാണ്? വിഷ്ണു. അപ്പോൾ അതാണ് എന്ത്? ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ സമാസമാണ് ദ്വന്ദ്വ സമാസം. ബഹുവ്രീഹി സമാസം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ദ്വന്ദ്വ സമാസം അതുപോലെ എളുപ്പമുള്ള സമാസമാണ്. പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഓ ചേർന്ന് വരുന്നു. രാപ്പകൽ, രാപ്പകൽ എന്നുള്ളത് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? രാവും പകലും എന്നാണ്. അവിടെ രാവിനും പകലിനും ഒരേപോലെ പ്രാധാന്യമുണ്ട്. അതുപോലെ വാദ്യമേളങ്ങൾ, വാദ്യത്തിനും മേളത്തിനും പ്രാധാന്യമുണ്ട്. വാദ്യവും മേളവും എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം ആണ് വരുന്നത്. അതുപോലെ അഞ്ചാറ്, അഞ്ചാറ് എന്നുള്ളത് എങ്ങനെ വിഗ്രഹിക്കാം? അഞ്ചോ ആറോ എന്ന് വിഗ്രഹിക്കാം. അഞ്ചോ അല്ലെങ്കിൽ ആറോ ആയിരിക്കും. അത് അഞ്ചിനും ആറിനും എന്താണ്? പ്രാധാന്യം വരുന്നുണ്ട്. അവിടെ ഓയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ദ്വന്ദ്വ സമാസം. അടുത്തത് കർമ്മധാരയ സമാസമാണ്.
പൂർവപദം വിശേഷണമായി വരുന്ന സമാസമാണ് കർമ്മധാരയ സമാസം. വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന പ്രത്യയം ചേർന്ന് വരുന്നു. അപ്പോൾ എന്താണ് പൂർവപദം വിശേഷണമായിട്ട് വരുന്നു. പൂർവപദം എന്ന് പറയുന്നത് ആദ്യത്തെ പദം വിശേഷണമായിട്ട് വരുന്നു. സമാസത്തിലെ ആദ്യത്തെ പദം. ഇവിടെ ലളിതഗാനം എടുക്കുക. ലളിതഗാനം എന്നതിലുള്ളത് ലളിതമായ ഗാനം എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ പൂർവപദത്തിനാണ് അവിടെ, പൂർവപദം എന്താണ്? വിശേഷണമാണ്. ഗാനം എന്നുള്ളത് എന്താണ്? ഗാനത്തിന് ലളിതമാണ് എന്നാണ് പറയുന്നത്. അതൊരു വിശേഷണമല്ലേ? ഗാനം ലളിതമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലളിതമായ ഗാനം എന്നാണ് വിഗ്രഹിക്കുമ്പോൾ വരുന്നത്. വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന പ്രത്യയം എന്താണ്? അവിടെ ചേർന്ന് വരുന്നു. അതുപോലെ വെണ്ണിലാവ് എന്ന് പറയുന്നത് എന്താണ്? വെളുത്ത നിലാവാണ്. അപ്പോൾ നിറം എന്താണ്? നിറവും പൂർവപദത്തിൽ വരാം. നിറം പൂർവപദത്തിൽ വന്നു കഴിഞ്ഞാലും എന്താണ്? കർമ്മധാരയ സമാസമായിരിക്കും അത്. മഞ്ഞക്കിളിയെ എങ്ങനെ വിഗ്രഹിക്കാം? മഞ്ഞയായ കിളി എന്ന് വിഗ്രഹിക്കാം. അവിടെ ആയ എന്ന പ്രത്യയം വരുന്നുണ്ട്. ഇനി ദിഗുസമാസം എന്നുള്ളത് വളരെ ഈസിയാണ്. പൂർവോത്തര പദങ്ങളിൽ പൂർവപദം എണ്ണൽ സംഖ്യയായി വരുന്ന സമാസമാണ്. അപ്പോൾ എണ്ണൽ സംഖ്യ പൂർവപദത്തിൽ വരികയാണെങ്കിൽ അത് ദിഗുസമാസമായിരിക്കും. ഉദാഹരണം ഏകദിനം എന്നുള്ളത് എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? ഒരു ദിനം എന്ന് വിഗ്രഹിക്കാം. അപ്പോൾ 1 എന്നുള്ളത് എന്താണ്? അവിടെ എണ്ണൽ സംഖ്യയല്ലേ? അതുപോലെ ത്രിവർണം, അതിവിടെ 3 എന്നുള്ളത് 3 വർണ്ണം എന്നാണ്. അതുപോലെ നാൻമുഖം 4 മുഖം 4 എന്നുള്ളത്. ബാക്കി ഉദാഹരണങ്ങൾ നോക്കുക. അടുത്തത് അവിഭാവ സമാസമാണ്. വിഗ്രഹിക്കുമ്പോൾ പൂർവപദ പ്രാധാന്യം ഉള്ള സമാസമാണ്. പൂർവപദത്തിനായിരിക്കും പ്രാധാന്യം വരുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് ഏതായിരുന്നു? തൽപുരുഷ സമാസമല്ലേ? തൽപുരുഷ സമാസത്തിലെ എന്താണ്? പൂർവപദത്തേക്കാൾ പ്രാധാന്യം ഉത്തരപദത്തിനായിരുന്നു. രണ്ടാമത്തെ പദത്തിനായിരുന്നു പ്രാധാന്യം വരുന്നത്. ഇവിടെ പൂർവപദത്തിനാണ് പ്രാധാന്യം വരുന്നത്. വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങളിൽ ഉത്തരപദം ആദ്യം വരികയും പൂർവപദത്തിൻ്റെ അർത്ഥം പിന്നാലെ വരികയും ചെയ്യുന്നു. വിഗ്രഹിക്കുമ്പോൾ എന്താണ്? പക്ഷേ പൂർവോത്തര പദങ്ങളിൽ ആദ്യം വരുന്നത് ഉത്തരപദമായിരിക്കും, പിന്നീടായിരിക്കും പൂർവപദം വരുന്നത്. പക്ഷേ എന്താണ്? പൂർവപദത്തിനായിരിക്കും പ്രാധാന്യം വരുന്നത്. ഇവിടെ യഥേഷ്ടം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ യഥേ എന്നുള്ളതല്ലേ? അപ്പം ഇഷ്ടം പോലെ എന്നാണ് അത് വിഗ്രഹിക്കുന്നത്. അതുപോലെ സ്നേഹത്തോടെ എന്നാണ് വിഗ്രഹിക്കുമ്പോൾ വരുന്നത്. പ്രതിദിനം എന്നുള്ളത് എന്താണ്? ദിനം തോറും എന്നാണ് വരുന്നത്. അപ്പോൾ ഈ പ്രതിദിനത്തിൽ എന്താണ്? പ്രതിദിനം, ദിനം തോറും എന്നുള്ളതിനല്ലേ പ്രാധാന്യം? സമാസത്തിൽ നോക്കുമ്പോൾ തോറും എന്നുള്ളത് എന്താണ്? പ്രതിദിനം എന്നല്ലേ പറഞ്ഞത്? പ്രതി എന്നുള്ളതല്ലേ? അപ്പം അതാണ് പൂർവപദത്തിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ തൽപുരുഷ സമാസവും അവ്യയീഭാവ സമാസവും തമ്മിൽ മാറിപ്പോകാതെ നോക്കുക. ഇനി ഒന്നും കൂടി ഉണ്ട്, നിത്യസമാസം. ഘടകപദങ്ങളായി വിഗ്രഹിക്കുവാൻ സാധിക്കാത്തതിനെയാണ് നിത്യസമാസം എന്ന് പറയുന്നത്. നമുക്ക് ഘടകപദങ്ങളായിട്ട് വിഗ്രഹിക്കാനായിട്ട് സാധിക്കത്തില്ല. വൻതേനെ വിഗ്രഹിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വിഗ്രഹിക്കാൻ പറ്റുമോ? അങ്ങനെ വിഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് നിത്യസമാസം. വൻതേൻ, അങ്ങനെ, ഇതൊക്കെ നിത്യസമാസങ്ങളാണ്. വിഭക്തി വേണ്ടവർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.